സഹായിക്കട്ടെ. Ephesians chapter 4. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. വേഴ്സ് 30. ദൈവത്തിൻ്റെ എല്ലാവരും, ഞാൻ ആ വാക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ. വളരെ ഗൗരവമായൊരു കാര്യം പറയാനായിട്ട് പോവുകയാണ്. വളരെ ഗൗരവമായൊരു കാര്യം. I request all of your undivided attention because I am going to share a very serious topic. പേരൻസിനോട് എൻ്റെ റിക്വസ്റ്റ്, കുഞ്ഞുങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും നിങ്ങൾ അധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പുറകിലത്തെ റൂമിലോട്ട് പോകണമെന്ന് ഓർപ്പിക്കുന്നു. ഒരു 3 years മേളിലുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ടോയ് ചർച്ചിൽ കൊടുത്തു വിടരുത്. 3 years എൻ്റെ കൊച്ചിന് ഞാൻ കൊടുത്തു വിടാറില്ല. ഒരു പേപ്പർ കഷ്ണം ഒന്നും കളിക്കാൻ കൊടുത്തു വിടരുത് എന്ന് ഞാൻ പേരൻസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒരു സ്റ്റഫ് ഇല്ലെങ്കിലും അവർ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാറില്ല. കാരണം ഞങ്ങളങ്ങനെ ഇപ്പം എല്ലാവർക്കും അവരവരുടെ കുഞ്ഞ് വലിയ പിള്ളേരാണ്. എല്ലാവർക്കും അവരവരുടെ കുഞ്ഞ് പൊന്നാണ്, ചക്കരയാണ്, പഞ്ചാരയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, പേരൻസ് അങ്ങനെ നമ്മളെ അങ്ങനെ അല്ലായിരുന്നോ, നമുക്കാരെങ്കിലും അങ്ങനെ കൊണ്ടുവല്ലാം തരുമായിരുന്നോ? അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. സ്നേഹത്തോടെ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചർച്ചിലെ പ്രസംഗത്തിൻ്റെ പ്രശ്നം എന്നാ അറിയുമ്പോൾ, ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും സെയിം ഏജും ഓൾമോസ്റ്റ് സെയിം ഐക്യുമാണ്. എന്നാൽ ചർച്ചിലെ പാസ്റ്റർ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാമോ? 100 years മുതൽ 1ാം ക്ലാസ് 1 വയസ്സ് വരെ ഉള്ളവർ ഒരുപോലെ മാനേജ് ചെയ്യണം. എവിടെയെങ്കിലും പറ്റുമോ അത്? അതുകൊണ്ട് അത് ഇച്ചിരി പ്രയാസമാണ്. അതാണ് ഞാൻ അത്രയും പറഞ്ഞതിൻ്റെ കാര്യം. ഓക്കെ, ഞാൻ എല്ലാവരും ആ ദിവസം തുറക്കണം. 30 minutes കൊണ്ട് വലിയ സർമൺ പറയാനായിട്ട്, ലെങ്തി സർമൺ പറയാനായിട്ട് സമയമില്ല. അതീവ ഗൗരവമായൊരു ട്രൂത്ത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് പോവുകയാണ്. 4-ാം അധ്യായം എഫീഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 30 ഇങ്ങനെ വായിക്കുന്നേ: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കും. ഞാൻ സെക്കൻഡ് പാർട്ട് ഇന്ന് പ്രസംഗിക്കത്തില്ല, ഫസ്റ്റ് പാർട്ട് മാത്രം പ്രസംഗിക്കാം. Let us turn our attention to the book of Ephesians chapter 4 verse 30. Do not grieve the Holy Spirit of God. നമ്മുടെ ഇടയിൽ ഒരാൾ വന്ന് ഗോഡ് ദ ഫാദറിനെ എന്തെങ്കിലും ബ്ലെയിം ചെയ്ത് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. If someone come into our midst and if that person started to blame God the Father, all on a sudden we respond. ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഞാൻ ജീസസിൻ്റെ ആത്മാവുള്ളവനാണ്, എനിക്ക് പ്രത്യേകം വെളിപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. If a person came into the church and say, I have the revelation of Jesus and I'm going to say this thing, then all on a sudden we resist that person. എന്നാൽ ഹോളി സ്പിരിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര കോംപ്രമൈസ് ആണ് പല കാര്യത്തിലും. But we tend to compromise in several occasions related to Holy Spirit. ത്രിയേക ദൈവത്തിൽ ഏറ്റവും അധികം നമ്മൾ ഗ്രീവ് ചെയ്യിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. In Trinity we usually tend to grieve the third person in the Trinity, Holy Spirit. നിങ്ങൾ ആ വായിച്ച വാക്യം ശ്രദ്ധിക്കണം. എന്നോട് ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ഉപദേശിച്ചാൽ എല്ലാ പ്രസംഗവും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ അവരോട് പറയാറുണ്ട്, എൻ്റെ പ്രസംഗം നിങ്ങൾ അംഗീകരിക്കേണ്ട, പുസ്തകത്തിലുണ്ടെങ്കിൽ ഇത് കമാൻഡാണ്, നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. There are several people who openly shared with me. Not several, Some people shared with me, Pastor, I am not agreeing with you several topics which you are saying in the pulpit. But I tell you and I encourage all of you, please check with whether that the sermons are according to the scripture or not. കഴിഞ്ഞ സൺഡേയിലെ സങ്കീർത്തനം എക്സോട്ടേഷൻ കഴിഞ്ഞപ്പം ഒന്നിലധികം ആളുകൾ പറഞ്ഞ്, പാസ്റ്റർ പ്രോസ്പെരിറ്റിയാണ് പ്രസംഗിച്ചത്. അല്ല കേട്ടോ, അത് ദാറ്റ് സാം ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് റിഡംഷൻ. ആരും തെറ്റിദ്ധരിക്കരുത്, അതെനിക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ഐ ആം നോട്ട് എ പ്രോസ്പെരിറ്റി പ്രീച്ചർ അറ്റ് ഓൾ. ഞാൻ ബിബ്ലിക്കൽ പ്രീച്ചറാണ്, ബൈബിൾ ഉള്ളത് മാത്രമേ പറയത്തുള്ളൂ. I'm not a prosperity preacher because last Sunday I shared from the book of Sam and someone mentioned that, did you speak about the prosperity? But I truly say that I was not speaking about prosperity alone, but I am speaking, always try to speak the truth of God from the word of God. ഞാൻ ഹോളി സ്പിരിറ്റിനെ പറ്റി 3 കാര്യം നിങ്ങളോട് പറയാൻ പോവുകയാണ്. വളരെ സ്ലോ ആയിട്ടും കൺസൈസ് ആയിട്ട് പറയത്തുള്ളൂ. ഒന്ന്, വാട്ട് ഈസ് ഗ്രീവിങ് ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? What is the meaning of grieving the Holy Spirit?
2, ആത്മാവിനെ കെടുത്തരുത് എന്ന് നമ്മൾ ഫസ്റ്റ് തെസ്സലോനി വായിക്കുന്നുണ്ട്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് quenching the spirit? We are reading in the book of 1 Thessalonians, do not quench the Holy Spirit. What is the meaning of it? 3, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ വായിക്കുന്നുണ്ട്, വാക്ക് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 3 കാര്യം ഞാൻ ദൈവസഭയോട് പറയാൻ പോവാണ്. And also in the book of Galatians, it mentioned in the chapter 5, walk by the Spirit. What is the meaning of it? ഈ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ, I'm going to say an introduction. ആദ്യമായിട്ട് ഈ കോയിൻസ് കണ്ടുപിടിച്ചത് BC 600-ലായിരുന്നു. ഈ അലക്സാണ്ടറിൻ്റെ ഒക്കെ കാലത്ത് ഗ്രീക്ക് കോയിൻസ് ഇറങ്ങിയായിരുന്നു. In the reign of Alexander the Great, in the BC, ആ ഒരു സമയത്ത് in the reign of Alexander, for the first time, coins were invented or found. അന്ന് ആ കോയിൻ ആരെങ്കിലും കൗണ്ടർ ഫീറ്റ് കോയിൻ ഉണ്ടാക്കിയാൽ ഡെത്ത് പണിഷ്മെൻ്റ് ആയിരുന്നു. If anyone who tried or make any counterfeit coin, it was a death penalty. അതിനുശേഷം ഇംഗ്ലണ്ടിൽ ആ പണം അല്ലെങ്കിൽ പേപ്പർ കറൻസി വന്നു. After that, in England, the currency from paper arose. അവിടെയും ഒരാൾ കൗണ്ടർ ഫീറ്റ് നോട്ട് ഉണ്ടാക്കിയാൽ രാജകുടുംബത്തിനെതിരെയുള്ള കുറ്റമായിരുന്നു, If they make ഡെത്ത് പണിഷ്മെന്റ് ആയിരുന്നു. If they make any counterfeit currency in bill, then that is a guilt against the kingdom over there, and it is a death penalty for that as well. ഈ അമേരിക്കൻ സ്ഥലത്ത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കറൻസി നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആരെങ്കിലും കൗണ്ടർ ഫീറ്റ് ഇറക്കിയാൽ ഡെത്ത് പെനാൽറ്റി ആയിരുന്നു. And even in America, the Benjamin Franklin, first time who brought paper currency, if anyone counterfeit it, there is a death penalty for that. 2 റീസൺ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. 1, രാജ്യത്തിൻ്റെ എക്കണോമിക് സ്റ്റെബിലിറ്റി നശിച്ചാൽ ജനങ്ങൾ പട്ടിണിയാവും. If the economic stability of a country is destroyed, then the stability of the country will be lost. ആരെങ്കിലും കൗണ്ടർ ഫീറ്റ് ഇറക്കിയാൽ രാജകുടുംബത്തിനെതിരെയുള്ള പാവമാണ്. If there is any counterfeit there, that is a sin against that king, royal family of there. ആ ഉദാഹരണം മനസ്സിൽ വെച്ചുകൊണ്ട്, അങ്ങനെങ്കിൽ മഹാരാജാവിനുള്ള കാര്യത്തിനെതിരെ കൗണ്ടർ ഫീറ്റ് ഇറക്കിയാൽ തെറ്റി ഒഴിയുമോ? Please bear that example in your mind, and if that is for a physical thing, then just imagine if anybody sins against the King of Kings, will we be exempted? കൗണ്ടർ ഫീറ്റ് മനസ്സിലാക്കാൻ എല്ലാ കൗണ്ടർ ഫീറ്റും പഠിക്കേണ്ട, റിയൽ എന്താണെന്ന് പഠിച്ചാൽ മതി. We do not want to know what is a counterfeit. We do not want to learn all the properties of counterfeits, but we do want to know only what is true and real. The only way to certain about all counterfeit is to be intimately familiar with the real thing. Amen. Hallelujah. വേറെ ഒന്നും ചെയ്യണ്ട, ട്രൂത്ത് എന്താണെന്ന് പഠിച്ചാൽ മതി. We only need to know the truth in order to understand the counterfeits. പെട്ടെന്ന് ഞാൻ ഈ തിരുവഴുത്തിലെ സത്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഈ ചർച്ചിലെ ആരും വഞ്ചിക്കപ്പെടരുത്. Do not be deceived anyone from our church. എന്താ പരിശുദ്ധാത്മാവ്? ഒരു 1-2 കാര്യം പറഞ്ഞാൽ, ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ആൻ ഇംപേഴ്സണൽ ബീയിങ്. അത് മനസ്സിലാക്കണം. Holy Spirit is not an impersonal being. ഒരു ഇംപേഴ്സണൽ ഫോഴ്സ് അല്ല. It's not an impersonal force. ഹോളി സ്പിരിറ്റ് ഇറ്റല്ല. Holy Spirit is not mentioned as it. ഹോളി സ്പിരിറ്റ് കേവലം ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ശക്തിയല്ല. Holy Spirit is not just a spirit from God. ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. Holy Spirit is God. എല്ലാവരും മനസ്സിലായല്ലോ? ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. Holy Spirit is God. ഗോഡ് ദ ഫാദർ എങ്ങനെയാണോ സെയിം. How God the Father, same God the Holy Spirit. God the Son എങ്ങനെയാണോ സെയിം എസൻസ് വിത്ത് the God the Father and God the Son. How God the Son, the same essence and substance as which God the Spirit. എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവ് കേവല ശക്തിയല്ല, ദൈവത്തിൽ നിന്ന് വരുന്ന പുറപ്പെടുന്ന ഒരു എനർജി അല്ല. പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലെ ഒരു പേഴ്സൺ ആണ്. ഹി ഈസ് ഫുള്ളി ഗോഡ്.
Amen. Holy Spirit is not just a force or a spirit, but God, the Spirit, is the same entity as God the Father and God the Son. ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയും ഇന്നയാൾ പരിശുദ്ധാത്മാവിനെതിരാണെന്ന്. പരിശുദ്ധാത്മാവിനെതിരാന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരാണെന്നാണ് അതിൻ്റെ അർത്ഥം. Some people say that that person is against the Holy Spirit. That means that person is against God. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലുള്ളൊരു ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ എന്തോ ഒരു കാര്യത്തിനെടുത്ത് നോക്കിയപ്പം അതിനകത്ത് ഒരാൾ, ആ ഓതറിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം എഴുതി വെച്ചേക്കുന്ന ഇതാണ്: ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ ജോളി സ്പിരിറ്റ് ബട്ട് ഹീ ഈസ് ഹോളി സ്പിരിറ്റ്. Amen. Holy Spirit is not a jolly spirit, but Holy പക്ഷേ Spirit ഇന്നത്തെ is holy. പരിപാടി കണ്ടു കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ആരാണ്? ഒരു സന്തോഷം, ഒരു അല്ലേ, ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെയാണ്. നോ, Holy ഹീ ഈസ് നോട്ട് എ ജോളി സ്പിരിറ്റ്, ഹീ ഈസ് ഹോളി സ്പിരിറ്റ്. Amen. Holy Spirit is not a jolly spirit, but God the Holy Spirit. നീ ആത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേറെ എങ്ങും പോകണ്ട. ഇത് ദൈവമക്കളോടാണ് പറയുന്നത്, പുറത്തുള്ളവരോടല്ല കേട്ടോ. ദൈവമക്കളോട്, ദൈവസഭയോടാണ് പറയുന്നത്. This is actually addressed to the children of God. Do not grieve the Holy Spirit of God. എങ്ങനെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നേ? How can we grieve the Holy Spirit? പുതിയ നിയമത്തിൽ മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പഴയ നിയമത്തിലും ബാക്കിയുണ്ട്. നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you ever noticed it is not only mentioned not to grieve the Holy Spirit in the New Testament, but it is addressed in the Old Testament also. യെശയ്യാവ് 63:9-10 നോക്കി. യെശയ്യാവ് 63:9-10. Let us turn our attention to Isaiah chapter 63 verse 9 and 10. എങ്ങനെയാ പരിശുദ്ധാത്മാവോട് എഴുതി വെച്ചേക്കുന്നത്? 63:9-10. 63 verse 9 and 10. എല്ലാവരും ബാക്കി എടുത്തോ? എന്നെ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ? അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവൻ്റെ സന്മുഖ ദൂതൻ അവരെ രക്ഷിച്ചു, തൻ്റെ സ്നേഹത്തിലും കനിവിലും അവനവരെ വീണ്ടെടുത്തു, പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. അടുത്ത് ശ്രദ്ധിച്ചോണം: എന്നാൽ അവർ യഹോവയോട് മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. വാക്യം കണ്ടോ? We can see Isaiah chapter 63 verse 10. But they rebelled and grieved his Holy Spirit. അത്രയും മതി. ആ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് അർത്ഥം, പരിശുദ്ധാത്മാവിനെ എപ്പോഴാണ് ദുഃഖിപ്പിക്കുന്നത്? വീണ്ടെടുക്കപ്പെട്ട ജനം ദൈവത്തോട് മറുതലിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. വെരി ക്ലിയർ. It is very clear over here that when are we grieving the Holy Spirit? Whenever a child of God rebelling against God, at that time we are grieving the Holy Spirit. അല്ലാതെ ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത സെന്റൻസ് വെരി സീരിയസ് ആയിട്ട് പറയാൻ പോവാ. തിരുവെഴുത്തിലില്ലാത്തൊരു ശുശ്രൂഷ ആരെങ്കിലും ചെയ്യുന്നു, അത് വചനത്തിൽ ഉള്ളതല്ല എന്ന് പറയുമ്പോഴല്ല പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തോട് മത്സരിക്കുമ്പോഴാണ്. When the Holy Spirit is being grieved, whenever a person who is a redeemed child of God, when he or she rebelled against God, then we are grieving God the Holy Spirit. എഫെസ്യൻസിലേക്ക് വരാം. ഞാൻ 6 കാര്യം കാണിച്ചു തരാൻ പോവാണ്, പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ദുഃഖിപ്പിക്കുക. 6 കാര്യം അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും പുസ്തകം എടുക്കണം, നോക്കണം. ഐപിക്കോസിലെ ദൈവമക്കൾ ആത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞിട്ട് ഇതാണ് ആത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞോണം. Let us turn our attention back to the book of Ephesians chapter 4, how we all are grieving the Holy Spirit. I am going to provide examples. 4-ാം അധ്യായത്തിന്റെ 30-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. We just read chapter 4 verse 30. അത് വാസ്തവത്തിൽ തുടങ്ങുന്നത് 25 മുതൽ താഴോട്ട് വായിക്കണം. 25 മുതൽ താഴോട്ട് വായിച്ചാൽ 6 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിട്ടുണ്ട്. There are 6 things Holy Spirit mentioned very clearly how we are grieving the Holy Spirit. എല്ലാവരും ഒരുമിച്ച് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ 6 കാര്യം ഞാൻ പറയാൻ പോവാം. എല്ലാവരും ശ്രദ്ധിച്ചോണം. ആത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് വിശുദ്ധിയിൽ ജീവിച്ചോണം. If we after reading these verses, if we feel that we are grieving the Holy Spirit, repent today and ask for forgiveness from God. 25-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത് കണ്ടോ? ആകയാൽ ഫോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. Therefore, laying aside falsehood, speak truth each one of you with his neighbor, for we are members of one another. ആ ഒരു വാക്യം മാത്രം എനിക്ക് 1 മണിക്കൂർ പറയാനായിട്ടുള്ള ആശയം അതിനകത്തുണ്ട്. Hallelujah. ഒന്നാമത് എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന അറിയാവോ? വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം കേട്ടോണം.
ഫോഷ്ക്ക് സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത വ്യാജം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പറയുമ്പോൾ എൻ്റെ അകത്ത് റെസിഡൻസ് ആയിരിക്കുന്ന ദൈവ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? Please listen carefully. The first time first point, when are we grieving the Holy Spirit? The first thing is whenever we are not speaking truth from our heart, or whenever we falsely or lie about certain things, at that time we are grieving the Holy Spirit. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളുടെ വാക്കുകൾ ഉവ്വ് ഉവ്വ്, ഇല്ല ഇല്ല, മറ്റതെല്ലാം ഈവിളാണെന്നാ പറഞ്ഞത്. Lord Jesus one time mentioned, whenever you say anything, yes should be yes and no should be no. ഒന്നാമത്തെ കാര്യം കിട്ടിയോ? ദുഃഖിപ്പിച്ചായിരുന്നോ കഴിഞ്ഞൊരു വർഷം മുഴുവൻ പരിശുദ്ധാത്മാവിനെ? നമ്മൾ ഓർക്കുന്ന സഭായോഗത്തിന് വന്ന് സ്വോത്രാജി ഇട്ട കർത്താവ് നോ 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 നോ, നമ്മുടെ പൈസ കർത്താവിന് വേണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കാനാണ് നമ്മൾ പൈസ ഇടുന്നത്. മനസ്സിലാവുന്നു? Hallelujah. Just think through in the past year, have we ever grieved the Holy Spirit? Have we ever spoken falsehood in the past few days or months or years? 2, അടുത്ത വാക്യം വായിച്ചോ. പ്ലെയിൻ വേദോസം ക്രമമായിട്ട് വായിച്ചാൽ മതി, ആത്മാവ് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചേക്കുക. 2:26 വാക്യം, കോപിച്ചാൽ പാപം ചെയ്യരുത്. Be angry and yet do not sin. സൂര്യൻ അസ്തമിക്കോളം Do not let the sun go down on your anger. ഒരാളോട് വഴക്ക് പിടിച്ചു. One time, an example, a person fought with another person. ചർച്ചിലെ ആൾ ചോദിച്ചു, ബ്രദർ ക്ഷമിച്ചോ എന്ന് ചോദിച്ചു അദ്ദേഹത്തോട്. Then one of the church members asked, did that friend forgive you? നീ അവനോട് ക്ഷമിച്ചോ? ആ ഫ്രണ്ടിനോട് നീ ക്ഷമിച്ചോ? Did you forgive to that friend? അദ്ദേഹം പറഞ്ഞു, ഉത്തരം കേൾക്കണോ, സൂര്യൻ അസ്തമിക്കാൻ ഇനിയും സമയമുണ്ടെന്ന്. Then that person said, it is still time to set the sun. No. Do not wait. 2, കോപം ഉണ്ടാവാം, പക്ഷേ അത് കർത്താവിന് ഇഷ്ടമില്ലാത്ത വാക്കുകളിലേക്ക് പോകുമ്പോൾ Hallelujah, hallelujah, hallelujah. Holy Spirit is grieving. We may tend to be angry, but whenever we are getting angry, and if we are losing our tongue to speak evil, at that time we are grieving the Holy Spirit. We are the residents of triune God. Amen. We are bearing a holy God. We are the residents of the triune. ഫോഴ്സ് സംസാരിക്കുമ്പോൾ എൻ്റെ അകത്താത്മാവ് കരയുകയാണ്. ഹോളി സ്പിരിറ്റ് ഫോഴ്സ് അല്ല, അത് ഒരു ഇംപേഴ്സണൽ ഫോഴ്സ് അല്ല. ഹി ഈസ് ഹോളി സ്പിരിറ്റ്. Amen. Whenever we speak falsely, bear in your mind, Holy Spirit is not a force. It is a person. God, the Holy Spirit, is being grieved. കോപിച്ചാൽ, Whenever you are angry, കോപം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാ പറയുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ അല്ലേ? when we are getting angry, we don't even know whatever we are tend to say. Ask pardon to the Lord. Ask forgiveness from the Lord. 3, പിശാചിന് ഇടം കൊടുക്കരുത്. കണ്ടോ? Third point, do not give the devil an opportunity. എന്ന് പറഞ്ഞാൽ അവന്റെ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ Hallelujah. പിശാചിന് സ്പേസ് ഉണ്ട് അവിടെ. If we are carrying any product of a devil, the devil has a foothold in us. എൻ്റെ ഹോളിനെസ് ഞാൻ ഡെയിലി സാന്റിഫിക്കേഷനിൽ വളരുന്നില്ലെങ്കിൽ പിശാചിന് എൻ്റെ മേൽ ഹോൾഡ് ഉണ്ട്. If we are not progressively sanctified daily, then the devil has opportunity to claim something from me. നിങ്ങൾക്കറിയാമോ ട്രൂ സ്പിരിച്വാലിറ്റി എന്താണെന്ന്? Do you know what is true spirituality? ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ the ultimate objective of spirituality is to be like Christ. Amen. മനസ്സിലാവുന്നോ? വേറൊന്നുമല്ല, Hallelujah. കർത്താവിനെ പോലെ ദിവസവും അവൻ്റെ സ്വഭാവം പോലെ, അവൻ നടന്ന പോലെ, അവൻ സംസാരിച്ച പോലെ വളരുന്നതിനാണ് ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് ബൈബിൾ പറയുന്നത്. അല്ല സൺഡേയിലെ 3 മണിക്കൂറത്തെ നമ്മുടെ പെർഫോമൻസ് അല്ല. Bible is speaking what is true spirituality. The way Jesus walked, the way Jesus talked, the way Jesus performed or acted, that is true spirituality. Bible clearly states. പിശാചിൻ്റെ ഇടം നമ്മുടെ ജീവിതത്തിലുണ്ടോ? Think about it. എൻ്റെ വീട്ടിലുണ്ടോ?
Do devil has a place in my home or in my body? നമ്മുടെ ഫ്രണ്ട് സർക്കിളിനകത്തുണ്ടോ? Do devil has a foothold? ഫോഷ്ക്ക് പറയരുത്. Do not- കോപം പാപത്തിലേക്ക് പോകരുത്. പിശാചിന് ഒരു കാരണവശാലും ഇടം കൊടുക്കരുത്. You are grieving the Holy Spirit which whom indwell you. Amen. Hallelujah. Hallelujah. ക്ലിയർ? Hallelujah. 4. ആ വാക്യം താഴ്ത്തു വെച്ചാൽ മതി, അവിടെ ഉണ്ട്. Fourth point. നമ്മുടെ പ്രശ്നം എന്നാ അറിയാം, നമുക്ക് ഈ ഇഷ്ടമുള്ള വാക്യത്തിനടിയിലെ വരയിടുള്ളൂ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ലേ, Hallelujah. മേളിലോട്ട് വായിച്ചാൽ അവിടെ തന്നെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 28-ാമത്തെ വാക്യം, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കാത്ര വേണം. അവിടെ കള്ളൻ ഇനി കക്കാതെ എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ അർത്ഥം എന്നുള്ളത് ആരെയും ദൈവമക്കൾ വഞ്ചിക്കരുത് എന്ന അർത്ഥത്തിലാണ് എൻ്റെ ഒറിജിനൽ വേർഡ്. ആരെയും ദൈവമക്കൾ വഞ്ചിക്കരുത്. As a child of God, we should never ever deceive another person. മനസ്സിലാകുന്നോ? Hallelujah. വഞ്ചിക്കരുതെന്ന് മാത്രമല്ല, Hallelujah. ദൈവം എനിക്ക് നന്മ വന്നാൽ ബുദ്ധിമുട്ടുന്നതിനെ കണ്ടാൽ കൊടുക്കുകയും ചെയ്യണം. അതാണ് എൻ്റെ അർത്ഥം. Not only we tend to take away something from our friend or neighbor, but also we need to share if we see someone in need. ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയുക, Hallelujah. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ റെസിഡൻ്റ് ആയിട്ടിരിക്കുകയാണ്, ട്രൈയൂൺ ഗോഡ്. Hallelujah. പക്ഷേ നിങ്ങൾ വഞ്ചിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ നന്മ ദൈവം നൽകിയിട്ടും ഒരുവനെ പ്രയാസം അനുഭവിക്കുന്ന ഒരുവനെ കണ്ടാൽ ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ, അയ്യോ അതന്നെ ഞാൻ സത്യമല്ലേ പറയുന്നത്, ഞാനൊന്നും എക്സ്ട്രാ പറയുന്നില്ലല്ലോ. Holy Spirit is saying that if you see a person is in need, still you are hoarding and you are not sharing, tend to share, then you are grieving the Holy Spirit. ഞാൻ വിഷമത്തോടെ കാര്യം പറയട്ടെ, നമ്മുടെ കൂട്ടായ്മകൾ we are far away from Holy Scripture. Amen. Many of our gatherings are way far away from the നമ്മുടെ Holy Spirit. കൂട്ടായ്മകളിൽ ദൈവവചനത്തിന് സ്ഥാനമില്ല. In our നമ്മുടെ gatherings, കോൺഫറൻസുകളിൽ ദൈവവചനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കുന്ന ഒരാൾക്കും ഇൻവിറ്റേഷൻ ഉണ്ടാകുന്നില്ല. in our conferences, if a person is exhorting truly from the scripture, there is no place or pulpit for such type of speakers in our conferences. കാര്യം എന്നാണെന്നറിയാമോ, Do you not നമുക്കത് listen? കേൾക്കാൻ ഇഷ്ടമില്ല. Because we are not ready or we are not happy. നമ്മൾ ആത്മാവിനെ ദുഃഖിപ്പിക്കുക എന്നുള്ളതിന് കുറച്ച് ഡെഫിനിഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. That is not in the Bible. We actually tend to make certain definitions how not to grieve the Holy Spirit, but that is not the true meaning of what not to grieve the Holy Spirit. 29-ാമത്തെ വാക്യം, 5-ാമത്തെ കാര്യം, 29 verse 29, fifth point, how we are grieving the Holy കേൾക്കുന്നവർക്ക് Spirit. കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാത്ത ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് വരരുത്. See, I don't think so any interpretation needed. Let no unwholesome word proceed from your mouth, but only such a word as is good for edification according to the need of the moment, so that it will give grace to those who hear. Foul language of any sort should never pass a Christian lips. Appa, stotram. നമ്മൾ എത്ര പേരെ മുറിച്ചിട്ടുണ്ട്? How many times we grieved or we broke or we attacked several men or women by our words. നമ്മൾ എത്ര പേരെ പറ്റി ദൂഷണം പറഞ്ഞിട്ടുണ്ട്? How many times we said many false things or many things about other people. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, എന്നോടൊരാൾ വർത്താനം പറഞ്ഞാൽ ആ വ്യക്തി ആത്മീയനാണ്, Hallelujah. ആ വ്യക്തി പ്രാർത്ഥിക്കുന്നവനാണ്, Hallelujah. ആ വ്യക്തി ആത്മാവിനാ നടക്കുന്നവനാണ്, Hallelujah. ആ വ്യക്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാകണം, ആ വ്യക്തി ഹോളിയാകണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. Take a decision. If someone is talking to me, that person should be holy or be more spiritual. The verse is very clearly saying that say a word which is good for edification and it will give grace to those who hear. എന്നിട്ടാ പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? Then it comes this command, do not grieve the Holy Spirit. മനസ്സിലാകാത്ത ആരെങ്കിലും ഈ ചർച്ചിലുണ്ടോ? I believe all of you who listened understood it. എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ എത്ര വട്ടം നമ്മുടെ കർത്താവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്? Think ourselves, how many times did we grieve? 31 കണ്ടോ? എല്ലാ കയ്പും ശ്രദ്ധിച്ചോണോ, എല്ലാ കയ്പും പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കയ്പും ഇല്ല കേട്ടോ. എല്ലാ കയ്പും, Let all കോപവും ക്രോധവും Hallelujah. കൂറ്റാരവും ദൂഷണവും
സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞ് പോകട്ടെ. വാക്യം കണ്ടല്ലോ, എനിക്കത് വിവരിക്കാൻ സമയമില്ല. Let all bitterness, wrath, anger, clamor, and slander be put away from you, along with all malice. എന്തുകൊണ്ടാണ്? These are the things that grieve the Holy Spirit. Do you know these are the things which grieve the Holy എന്താ Spirit? ഹോളി സ്പിരിറ്റ് ദുഃഖിക്കാൻ കാര്യം? Do you know what is the reason? അതാണ് അതിന്റെ പോയിന്റ്. ശ്രദ്ധിച്ചോണം. ദിസ് ഈസ് ദ ഫൈനൽ പോയിന്റ് ഓഫ് ദ സർമൺ. എന്തുകൊണ്ടാണ് ഹോളി സ്പിരിറ്റ് ദുഃഖിക്കുന്നേ? Holy Spirit, why it is being grieved? Because these are the things that hinder his sanctifying work. Amen. മനസ്സിലാവുന്നോ? ഈ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് എന്നിൽ നടത്തുന്ന വിശുദ്ധീകരണ പ്രവർത്തനത്തിന് തടസ്സം. അതുകൊണ്ട് he is grieving. Amen. These things, bitterness, wrath, anger, clamor, slander, and all malice, these are hindrances in our body to work the Holy Spirit's action. That is why Holy Spirit is being hindered through these things. പെട്ടെന്ന് മറ്റേ രണ്ടോടെ പറഞ്ഞു നിർത്താം. 5 മിനിറ്റ് നിർത്താം. Hallelujah. 1 Thessalonians 5 വന്നേ. അവിടെ ഉണ്ട്, ആത്മാവിനെ കെടുത്തരുത്. Let us turn our attention to 1 Thessalonians chapter 5. 14 മുതലാണ് വായിക്കേണ്ടത്. 14 മുതൽ നിങ്ങൾ വാക്യങ്ങൾ കണ്ടോ? മൊത്തം നമ്മൾ 15 മുതൽ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എപ്പോഴും സമാധാനം ആചരിക്കുവിൻ, എപ്പോഴും പ്രാർത്ഥിപ്പിൻ, ഇടവിടാതെ എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച്. എന്നിട്ട് പറഞ്ഞേക്കാണ് ആത്മാവിനെ. Quench the spirit. ഇനി നിങ്ങൾ പറ, ആത്മാവിനെ കെടുത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോ, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല എങ്കിൽ ഞാൻ ആത്മാവിനെ കെടുത്തിക്കളയുകയാണ്. How here we can see, do not quench the spirit. How we are quenching the spirit. We can see the examples when one repays another with evil for evil, and also not rejoicing always, not praying, and also not giving thanks to God. By all these actions, we are quenching the Holy Spirit. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, ലിസൺ ടു മീ 2 more minutes. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിനൊരു ലോങ്ങിങ് ഉണ്ടായിരിക്കണം. In order to get the previous actions, we need to have a longing. ആ ലോങ്ങിങ് എനിക്കില്ല എങ്കിൽ, If we do not have that desire, അതിനായിട്ടൊരാഗ്രഹം എനിക്കില്ല എങ്കിൽ, if we do not have that longing, നമ്മൾ ആത്മാവിനെ കെടുത്തുകയാണ്. then we are actually quenching the flame of the Holy Spirit. All those things are the things that the Spirit long to see in our life. Amen. Hallelujah. ഇതെല്ലാം നമ്മിലുണ്ടാകണം. We all need to have all these things. നമ്മിലുണ്ടോ? ആത്മപരിശോധന നടത്തണം. നമ്മിലുണ്ടോ? We need to search within ourselves. Do we have all these things? അതോ ഞാൻ എന്നും ആത്മാവിനെ കെടുത്തുകയാണോ? Or am I knowingly quenching the Holy Spirit every day? നമ്മൾ ഈ ആത്മാവിനെ കെടുത്തുക എന്നുള്ളതിനൊക്കെ വേറെ ഡെഫിനിഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. I know we all have different definitions regarding കാര്യം quenching the നമ്മൾ Holy Spirit. ഡെഫിനിഷൻ ഉണ്ടാക്കിയേക്കുന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് ആരെങ്കിലും പറയും ബൈബിളിലുണ്ടോ നോക്കുകയില്ല. We are tend to give certain definitions because if someone says on the pulpit, we do not search the scripture. ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം പുസ്തകത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കരുത്, വിട്ടേക്കണം. I exhort you, always test with the scripture, and if it is not in the scripture, leave it alone. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. Do not grieve the Holy Spirit and do not quench the Holy Spirit. കെടുത്തുന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഇത് വളർന്നു വരാത്തത്. മനസ്സിലാവുന്നോ? If we are quenching, then these good actions won't grow. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. I would like to say one more thing. എങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? How can we walk by the Spirit? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 5:25 എങ്ങനെ വായിക്കുന്നത് നോക്കി. Turn our attention to the book of Galatians chapter 5 verse 25. ഇങ്ങനെ വായിക്കുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും, 24-ാം വാക്യം, ക്രിസ്തുവിനുള്ളവർ
ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക. എന്താ അർത്ഥം? ആത്മാവിനനുസരിച്ച് നടക്കാന്ന് പറഞ്ഞാൽ How to walk or live by the Spirit. It is mentioned in verse 24. Galatians chapter 5 verse 24. Those who belong to Christ Jesus have crucified the flesh with its passions and desires. ഒറ്റ അർത്ഥമുള്ളൂ. Only one meaning. ആത്മാവിനനുസരിച്ച് നടക്കാന്ന് പറഞ്ഞാൽ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളിൽ മരിപ്പിക്കുക. How we can live by the Spirit? By crucifying the flesh with its passions and desires. എന്നിട്ട് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം Then how can we please God? എന്ന ബോധ്യത്തിൽ നടക്കുക. Then മനസ്സിലാകുന്നു? we have to walk how I can please God and walk by that Spirit. Holy Spirit is not a jolly spirit. He is Holy Spirit. Holy Spirit is not a jolly spirit, but Holy Spirit is a holy spirit. എന്താ ഗ്രീവിംഗ് ഹോളി സ്പിരിറ്റ്? മനസ്സിലായല്ലോ? I believe you all understood what is grieving the Holy Spirit. എന്താണ് quenching the spirit എന്ന് പറഞ്ഞാൽ? What is the meaning of quenching? എന്താ ആത്മാവിനെ അനുസരിച്ച് നടക്കാന്ന് പറഞ്ഞാൽ? What is the meaning of walking by the Spirit? ആത്മാവ് നമ്മുടെ മേൽ ശക്തിയോടെ വന്നാലുണ്ടല്ലോ, നെഞ്ച് തകർന്ന് നമ്മൾ കരയും. അതാണ് നടക്കാൻ പോകുന്നത്. If Holy Spirit truly come and dwell in us, we will be truly broken and we started to repent. എനിക്കറിയാം ഇങ്ങനത്തെ പ്രസംഗങ്ങളും വാചകങ്ങളും ഒന്നും നമ്മുടെ പുൾപിറ്റിൽ ഇല്ല എന്ന് എനിക്കറിയാം. I know this type of messages are no longer available on the pulpits. ഞാൻ മണിക്കൂറുകൾ വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് ഇത്രയും കാര്യം നിങ്ങളോട് ഇന്ന് പറഞ്ഞത്. I actually spent several hours to pray and meditate, and then only I'm sharing from the word of God. ഈ 2-3 ആഴ്ച മുഴുവൻ ഞാൻ ഹോളി സ്പിരിറ്റിനെ ആയിട്ട് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വായിച്ച് പഠിക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. For the last few weeks I have been meditating from the scripture and to understand more and more the Holy Spirit of. നമ്മളെല്ലാം പാവപ്രവൃത്തിയോട് ഒരു പോരാട്ടത്തിലാണ് മറന്നു പോകരുത്. We are all in a battlefield. We All are believers battling. still battle against the sinful flesh. Amen. We are battling against a sin and sinful world and flesh. അത് എന്ന് വരെ ഉണ്ടെന്ന് അറിയാമോ? ഒന്നെങ്കിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ എൻ്റെ നാഥൻ മരണം. Do you know how long that battle will continue? Until the day I or ആ you will die. പോരാട്ടം അവസാനം വരെയുണ്ട്. The battle will be there until the last moment. Either we die or we return. ആത്മാവിനെ കെടുത്തരുത് ആരും. Do not quench the Holy Spirit. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് ആരും. Do not grieve the Holy Spirit. പക്ഷെ എല്ലാവരും ആത്മാവിനെ അനുസരിച്ച് നടക്കണം. But everyone walk by the Spirit of God. കരമൂർത്തി കഥാനെ സ്തുതിയാമോ? Hallelujah. Praise the Lord. Thank you.